മുത്തുനബി പറയുന്നു, പാവപ്പെട്ടവരോട് ഓരം ചേർന്ന് നിൽക്കുമ്പോഴാണ് നിനക്ക് ഭക്ഷണം കിട്ടുന്നത്, നിനക്ക് സഹായം ലഭിക്കുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കണം, പാവപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളെ മക്കൾക്കൊരു ഡ്രസ്സ് എടുക്കുമ്പോ നിങ്ങളെ കുടുംബത്തിലെ പാവപ്പെട്ടവരുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് അവർക്ക് എടുത്തു കൊടുക്കുക. നിങ്ങളെ വീട്ടിലേക്ക് ഒരു നിസ്കാര കുപ്പായം വാങ്ങുമ്പോ പാവപ്പെട്ടവരുണ്ടോ ഒരു നിസ്കാര കുപ്പായം വാങ്ങുക, അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് എത്തിക്കുക. അല്ലാഹ് സുബ്ഹാനല്ലാഹ്. എത്ര ആളുകളാണ് കാത്തിരിക്കുന്നത്, എത്ര ആളുകളാണ് കൈനീട്ടുന്നത്. അല്ലാഹ് കാണേണ്ട രംഗം തന്നെയാണ്, കാണേണ്ട രംഗം തന്നെയാണ്. മോമിനീങ്ങളെ, നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രയാസമില്ലല്ലോ, നമുക്ക് പ്രശ്നങ്ങളില്ലല്ലോ. ചെറിയ മക്കളെ മിഠായിക്ക് ചോദിക്കുന്നു, ചെറിയ മക്കളെ പലഹാരത്തിന് ആവശ്യപ്പെടുന്നു. നമ്മുടെ മക്കളോ, നമ്മുടെ വീട്ടിലെ സല്ലാജിയിലെ ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ, ഇന്നലെ വെച്ച ബിരിയാണിന്റെ ബാക്കി, മഞ്ഞാന്ന് കൊണ്ടുവന്ന മട്ടന്റെ ബാക്കി, ഇന്നലെ മുടികളച്ചിൽ നിന്ന് കിട്ടിയ ബീഫിൻ്റെത്, ഇന്ന് വാങ്ങിയ മീനിന്റെ ബാക്കി, ഐസ്ക്രീം ഒരു ഭാഗത്ത്, പുഡിംഗ് വേറൊരു ഭാഗത്ത്. ഗൾഫിന് മകനോ അല്ലെങ്കിൽ മകളോ കുടുംബക്കാരോ കൊടുത്തയച്ച ചോക്ലേറ്റിന്റെ ബാക്കി വേറൊരു ഭാഗത്ത്. എന്തേ പൊരിച്ച മീൻ അതാ മസാല വെച്ചിരിക്കുന്നു, പൊരിക്കാനുണ്ട്. നമ്മളെ വീട്ടിലുണ്ടല്ലോ ഇതൊന്നുമില്ലാത്ത വീടുണ്ട്, ഇതൊന്നുമില്ലാത്ത കുടുംബങ്ങളുണ്ട്. മുളക് പൊടിച്ച് ചോറ് തിന്നുന്നവരുണ്ട്, കഞ്ഞി കുടിച്ചിട്ട് അച്ചാറ് മൂട്ടി കഞ്ഞി കുടിക്കുന്ന വീടുണ്ട്. അങ്ങനത്തെ വീടുകൾ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്, 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 ഉണ്ട്. നിങ്ങൾക്ക് കാണണമോ? വേണമെങ്കിൽ കാണിച്ചു തരാ. നിങ്ങൾ കണ്ടില്ലേ, ലേം റൂമിലും വാടക വീട്ടിലും താമസിക്കുന്നു. നമ്മളെ നാട്ടിലൊക്കെ എത്ര മുതലാളിമാരുണ്ട്, എത്ര പണക്കാരുണ്ട്. ഈ കടക്കാരെ ഒന്ന് രക്ഷപ്പെടുത്താൻ, ഈ പാവപ്പെട്ട മോമിനീങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്തേ മുന്നിട്ടിറങ്ങിക്കൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലത് ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം.